ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം 15 മാസം നീണ്ട യുദ്ധത്തിനാണ് അന്ത്യം കുറിക്കുന്നത്. 42 ദിവസം നീളുന്നതാണ് ആദ്യഘട്ട വെടിനിർത്തൽ. ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായി. അമേരിക്കയുടെ നേതൃത്വത്തിലും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലും നീണ്ട ചർച്ചകളെ തുടർന്നാണ് ധാരണ. 3 ഘട്ട കരാറിനാണ് ഇപ്പോൾ ധാരണയായത്. കരാർ ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. ഇസ്രയേൽ ഹമാസ് സമാധാന കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സമാധാന കരാർ അമേരിക്കൻ നയതന്ത്രത്തിന്റെയും ചർച്ചകളുടെയും ഫലമാണ്. സമാധാന കരാർ നിലനിൽക്കുമെന്നാണ് വിശ്വാസമെന്നും ജോ ബൈഡൻ പ്രതികരിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ 5 ദിവസം ബാക്കി നിൽക്കെയാണ് കരാർ യാഥാർത്ഥ്യമായത്. വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ യുദ്ധകാല ക്യാബിനറ്റ് കരാറിന് അന്തിമ അംഗീകാരം നൽകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. സമാധാന കരാർ ആദ്യഘട്ടത്തിന് 42 ദിവസമാണ് കാലാവധി. 6 ആഴ്ചകൾക്ക് ശേഷം രണ്ടാം ഘട്ടം. 42 ദിവസം നീളുന്ന ആദ്യഘട്ടത്തിൽ ഹമാസിന്റെ ബന്ദികളായ 100 പേരിൽ 33 പേരെ മോചിപ്പിക്കും. ഇസ്രയേൽ ജയിലിലുള്ള 100-ലേറെ പലസ്തീൻകാരെ വിട്ടയക്കാനും ധാരണയായി. ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറും. ആദ്യഘട്ടം തീരും മുൻപ് തന്നെ രണ്ടാം ഘട്ടത്തിനുള്ള ചർച്ച ആരംഭിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.